എള്ള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എള്ള എങ്ങനെയായി വരുന്നു എന്ന് നിങ്ങൾ കണ്ടു കാണത്തില്ലായിരിക്കും. അതിച്ചിരി പണിയുണ്ട്. അതും തനത് നമ്മുടെ ഓണാട്ടുകരയുടെ എള്ള്. അത് അത്യാവശ്യം നല്ല ഒരു എഫർട്ടാണ്, നല്ലൊരു ജോലിയാണ്. ആ രീതിയിലാക്കി എടുക്കുന്നതാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന എള്ള്. എള്ളിനെ നമ്മൾ പാടത്തു നിന്ന് പിഴുത് വേര് കട്ട് ചെയ്ത് കെട്ടുകളാക്കി തണലത്ത് നമ്മൾ 2 ദിവസം സൂക്ഷിക്കുകയാണ്. ഇതിപ്പം പാടത്തുനിന്ന് നമ്മൾ പിഴുതുകൊണ്ട് വന്ന എള്ളാണ്. ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് സൂക്ഷിച്ച് കെട്ടിവെക്കുമ്പോൾ ഇവിടെ ഇരുന്ന് അഴുകാൻ തുടങ്ങും. ഇത് പച്ചപ്പുണ്ട്, പക്ഷേ ഇതിനെ ഞങ്ങൾ കെട്ടി ഇല കുടഞ്ഞതാണ്. ഇല കുടയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ളിനെ എടുത്തതിന് ശേഷം ഇങ്ങനെ കുടയുമ്പം ഇതിനകത്തുള്ള ഇലകൾ മൊത്തം പൊഴിയും. ഇതിനകത്ത് ഇലകൾ മൊത്തം പോയി കത്രിക്ക മാത്രമാണ് നിൽക്കുന്നത്. ലാസ്റ്റ് പ്രോസസ്സിംഗ് ആണ് ഇതിൻ്റെ ഉണക്കുക എന്നുള്ളതാണ്. അത് കത്രിക്ക നമ്മൾ എടുത്ത് നിരത്തി വെയിലത്ത് ഒരു 2-3 ദിവസം നല്ല വെയിൽ 3 ദിവസം കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ കത്രിക്ക പൊട്ടും, കത്രിക്ക പൊളപ്പാകും. ഈ കത്രിക്ക പൊട്ടിയതിന് ശേഷം ഇതിനകത്തുനിന്ന് എള്ള് പായിലേക്ക് വീഴുന്ന ഒരു ഇതുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സ്. ഇതാണ് ഓണാട്ടുകരയുടെ തനത് എള്ള്. ഇതാണ് നമ്മൾ പാറ്റി പറക്കി എടുക്കുന്നത്. ലാസ്റ്റ് പരിപാടിയാണ്. എള്ള് വേർതിരിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. ഇതിനെ പാറ്റിയെടുത്തതിന് ശേഷമാണ് ഈ കാണുന്ന രീതിയിലേക്ക് എള്ള് വരുന്നത്.